തലയിൽ നിന്നൊരു ചാടുയരത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കട്ടിച്ചെമ്പ് കൊണ്ട് നിർമ്മിതമായ മഹ്ശറ എന്ന അതിഭീകരമായ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും അത്രയും ചൂടുള്ള ഒരു തറ ആർക്കും അഭിമുഖീകരിക്കേണ്ടി വരില്ല. അത്ര കഠിനമായ കട്ടിച്ചെമ്പ് കൊണ്ട് നിർമ്മിതമായ വെട്ടിത്തിളയ്ക്കുന്ന ചൂടുള്ള തറയിൽ ഓരോ മനുഷ്യനും അവരുടെ പാപത്തിന്റെ കണക്കനുസരിച്ച് ചിലരുടെ പാദങ്കാല് വരെ, ചിലരുടെ മുട്ടുവരെ, ചിലരുടെ അരവരെ ഇങ്ങനെ വിയർക്കുകയാ. വിയർപ്പ് ചിലരുടെ അരവരെ എത്തുന്നു, ചിലരുടെ നെഞ്ചുവരെ വിയർപ്പെത്തുന്നു, ചിലരുടെ കഴുത്ത് വരെ വിയർപ്പെത്തുന്നു. പാപത്തിന്റെ വർധനവനുസരിച്ച് ചിലര് വെട്ടിത്തിളയ്ക്കുന്ന വിയർപ്പിനകത്ത് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നു. ആ വിയർപ്പിൽ കിടന്നിങ്ങനെ മനുഷ്യൻ മുങ്ങിത്താണുകൊണ്ടിരിക്കയാ. അതിഭീകരമായ ചൂടാ, അതിഭീകരമായ ചൂടാ. ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത തറയാണ് മക്കളെ, ആർക്കും ആരെയും തിരിച്ചറിയാൻ കഴിയാത്ത ചൂടാണ്. അബ്ദുൽ നാസർ മഅ്ദനിക്കൊരു വിഷമം വന്നപ്പോൾ നാല് ഭാഗത്തുനിന്നും ഓടിക്കൂടുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നോമന സഹോദരങ്ങളുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവിടെ വെച്ച് മഅ്ദനിയുടെ കാര്യം നോക്കാൻ കഴിയില്ല മക്കളെ. അവിടെ വെച്ച് മഅ്ദനിക്ക് നിങ്ങളുടെ കാര്യവും നോക്കാൻ കഴിയില്ല മക്കളെ. ഓരോ മണിക്കൂറിലും 2-3 വട്ടം ഫോൺ ചെയ്ത് എന്തായി ഉസ്താദേ, എന്തായി എന്തായി എന്ന് ചോദിച്ച് മനത്തിലൊന്ന് കാണാൻ പോലും, അടുത്തൊന്ന് വരാനും കാണാനുമുള്ള ഭാഗ്യം പോലും നിഷേധിക്കപ്പെട്ട് എറണാകുളത്തെ വീട്ടിലിരുന്നു കൊണ്ട് ഓരോ വാർത്തകളും ടിവിയിൽ കാണുമ്പോൾ അപ്പോഴും ഫോൺ വിളിച്ചിട്ട് എന്തായി എന്തായി എന്ന് ചോദിച്ചുകൊണ്ട് ഓരോ നിമിഷവും മഅ്ദനിയെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ സൂഫിയയ്ക്ക് അവിടെ വെച്ചെന്നെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല മക്കളെ. എനിക്ക് സൂഫിയായിക്ക് വേണ്ടി ബാധിക്കാൻ കഴിയില്ല മക്കളെ. എന്റെ പൊന്നോമന മക്കൾ പറഞ്ഞു അയ്യൂബിക്കും വേണ്ടി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ആർക്കു വേണ്ടിയും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. ആരുടെയും അവസ്ഥ എന്താണെന്ന് എനിക്ക് നോക്കാൻ കഴിയില്ല, എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും നോക്കാൻ കഴിയില്ല, ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഓരോരുത്തരും എല്ലാവരും എന്റെ ശരീരമേ, എന്റെ ശരീരമേ, ഈ അതികഠിനമായ ചൂടിൽ നിന്ന് ഞാൻ എങ്ങനെയാവുന്ന രക്ഷപ്പെടുക? എന്റെ അവസ്ഥ എന്താ, എന്റെ അവസ്ഥ എന്താ? എനിക്കെങ്ങനെയാ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുക? ആരാ എന്നെ ഇവിടുന്ന് സഹായിക്കാൻ വരിക എന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ പരിഭ്രാന്തിയോടുകൂടി ഓടുന്ന രംഗമുണ്ടല്ലോ, കാലുകൾ നിറയ്ക്കുന്ന രംഗമുണ്ടല്ലോ, കാലുകൾ കൂട്ടിപ്പിടയുന്ന രംഗമുണ്ടല്ലോ. അതികഠിനമായ ചൂടിന്റെ കാഠിന്യം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ പരിഭ്രാന്തനായി ഓടുന്ന മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ വെച്ച് മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം മുതൽ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം വരെയുള്ള ഒരൊറ്റ പ്രവാചക പ്രവരർക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു രാഷ്ട്രീയ മേലാളന്മാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരുത്തന്റെയും ഒരു അധികാരവും വിനിയോഗിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു പ്രധാനമന്ത്രിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു ആഭ്യന്തരമന്ത്രിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു ആഭ്യന്തര സെക്രട്ടറിക്കും ആ കസേര കിട്ടാത്ത ദിവസം, ഒരു പോലീസ് മേലാളന്മാർക്കും കസേര കിട്ടാത്ത ദിവസം, ആർക്കും ആരുടെയും അധികാരം കാണിക്കാൻ പറ്റാത്ത ദിവസം. അവിടെ അല്ലാഹു ചോദിക്കയാ, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. ആർക്കാണടാ ഇന്ന് അധികാരമുള്ളത്? ആർക്കെങ്കിലും അധികാരമുണ്ടോ? ആർക്കെങ്കിലും അധികാരമുണ്ടോ? ലോകം വിരൽ തുമ്പിനുള്ളിൽ ചുറ്റിക്കൊണ്ട് നടക്കുന്നു എന്ന് കരുതുന്ന എത്രയോ പാവപ്പെട്ടവരെ ഇറാഖിലിട്ട് അതികഠിനമായി പീഡിപ്പിക്കുന്ന അബൂ ഗരീബിലെ തടങ്കൽ പാളയത്തില് നിരവധി നിരപരാധികളുടെ രക്തം കൊണ്ട് ഹോളി കളിക്കുന്ന ഗോണ്ടലാമയിലെ തടങ്കൽ പാളയത്തില് നിരവധി നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെ നിരവധി നിരവധി നിരപരാധികളെ കൊന്നൊടുക്കുന്ന അങ്ങകലെ ഏതോ ആരോ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തു എന്നതിന്റെ പേരില് അഫ്ഗാനിലും ഇറാഖിലും കൂടി 15 ലക്ഷം നിരപരാധികളെ കൊന്നൊടുക്കിയ, കോടാനുകോടികളുടെ കെട്ടിടങ്ങൾ തകർത്ത, നൂറുകണക്കിന് സ്കൂളുകൾ തകർത്ത, നൂറുകണക്കിന് എണ്ണ ടാങ്കുകൾ നശിപ്പിച്ച, നൂറുകണക്കിന് എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ, ഇന്നും ഇറാഖിലെ പാവപ്പെട്ട പെൺകുട്ടികളെ, നിരപരാധികളായ സുന്ദരികളായ പെൺകുട്ടികളെ വീടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തുമ്പോൾ അതിനെതിരെ ഒന്നുറക്ക ശബ്ദിക്കുന്ന ഇറാഖിലെ രക്തത്തുളിപ്പുള്ള ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അബൂ ഗരീബിലിട്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന എത്രയെത്രയോ നിരപരാധികളെ ലോകത്തിന്റെ നാനാഭാഗത്തും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ന ലോകത്തെ ഏറ്റവും വലിയ ഭീകരരാഷ്ട്രത്തിന്റെ തലവനായിരുന്ന ജോർജ് ബുഷിന് അവിടെ അധികാരമുണ്ടോ മക്കളെ? ബറാക് ഒബാമയ്ക്ക് അധികാരമുണ്ടോ മക്കളെ? അധികാരമുണ്ടോ? ഇല്ല, ആർക്കും അധികാരമില്ല. കാശ്മീരിന്റെ തെരുവോരങ്ങളിലേക്ക് പട്ടാളത്തെ അഴിച്ചുവിട്ട്
വെച്ചുകൊണ്ട് കാശ്മീരിലെ നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതിന് അധികാരമുണ്ടോ മക്കളെ? അധികാരമില്ല, അധികാരമില്ല. കള്ള പോലീസുകാർക്ക് കള്ളത്തെളിവുകൾ ഉണ്ടാക്കി വിനീതനായ മഹദനിയെ ജയിലിലടക്കാൻ വേണ്ടി കള്ളത്തെളിവുകളും ഗൂഢാലോചനകളും മെനയുന്ന യെദ്യൂരപ്പയ്ക്ക് അധികാരമുണ്ടോ മക്കളെ? ഇല്ല. കർണാടകയിലെ ആചാര്യ എന്ന ആഭ്യന്തരമന്ത്രിക്ക് അധികാരമുണ്ടോ? ഇല്ല. ബാംഗ്ലൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ ബദ്രിക്ക് അധികാരമുണ്ടോ? ഇല്ല. കള്ളക്കേസുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അലോക് കുമാറിനും ഓംകാരയ്യയ്ക്കും അധികാരമുണ്ടോ? ഇല്ല. ലോകത്തൊരുത്തനും അധികാരമില്ല. അള്ളാഹു ചോദിക്കുന്നു, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണടാ ഇന്ന് അധികാരമുള്ളത്? ഒരുത്തനും അധികാരമില്ല. എല്ലാ സിംഹാസനങ്ങളും തകർക്കപ്പെട്ടിട്ട്, എല്ലാ ചെങ്കോലുകളും വലിച്ചെറിയപ്പെട്ടിട്ട്, എല്ലാ കിരീടങ്ങളും ചവറ്റുകൊട്ടയിലിട്ടിട്ട്, അതികഠിനമായ മഹ്ശറയുടെ ഭീകരതയിൽ ഒരു ചാൺ തുണി പോലും ഉടുക്കാതെ, ഒരു നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ, ഒരു നൂലുകൊണ്ട് പോലും നാണം മറയ്ക്കാതെ, നാഴികയ്ക്ക് 40 വട്ടം ടിവിയിൽ കാണുന്ന 100 പരസ്യങ്ങൾ അനുസരിച്ച് വാങ്ങിയിടുന്ന ഒരൊറ്റ ചെരുപ്പും ധരിക്കാൻ കഴിയാതെ നഗ്നപാതനായിട്ട് നിൽക്കുന്ന മഹ്ശറ, ആ ഭീകരമായ ചൂടുകൊണ്ട് വിയർത്തൊഴുകുന്ന മഹ്ശറ, തലയിൽ നിന്നൊരു ചാണുയരത്തിൽ സൂര്യനുദിച്ചു നിൽക്കുന്ന മഹ്ശറ, എല്ലാ ഭീകരതയും അനുഭവിക്കേണ്ടി വരുന്ന ആ സമയത്ത് അല്ലാഹു പറയുകയാ, അധികാരമാർക്കാ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. സർവാധിപതിയായ എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുന്ന വാഹിദാകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ് അധികാരം. ആ ദിവസമുണ്ടല്ലോ, ആരും സഹായിക്കാൻ പറ്റാത്ത ദിവസം, ആർക്കും അനങ്ങാൻ പറ്റാത്ത ദിവസം, ഓരോ പ്രവാചകരും എന്റെ ശരീരമേ, എന്റെ ശരീരമേ, എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിരിക്കുന്ന ദിവസം. ആ ദിവസം കോടാനുകോടി വരുന്ന പ്രിയപ്പെട്ട അനുയായികൾക്ക് വേണ്ടി അള്ളാന്റെ അർശിന്റെ കീഴിൽ സുജൂദിൽ വീണ് ഈ അനുയായികളെ രക്ഷപ്പെടുത്തിയാലല്ലാതെ ഈ സുജൂദിൽ നിന്ന് ഞാൻ എഴുന്നേൽക്കില്ലെന്ന് പറഞ്ഞ് റബ്ബിന്റെ സമക്ഷത്തിൽ സുജൂദിൽ വീഴാൻ അനുവാദമുള്ള, എന്നിട്ട് അല്ലാഹു തആല തന്റെ ഉമ്മത്തികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞതിന് ശേഷം ആ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന അന്നത്തെ ദിവസം ശഫാഅത്തിന് ശുപാർശയ്ക്ക് അധികാരമുള്ള ഒരൊറ്റ നേതാവായ, ഒരൊറ്റ വ്യക്തിയായ, ഒരൊറ്റ സൃഷ്ടിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ഈ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ഇതിന് തുല്യമായി നിങ്ങൾക്ക് ആരെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ലോകത്ത് ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞാൻ എപ്പോഴെല്ലാം അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമോ അപ്പോഴെല്ലാം അദ്ദേഹത്തോടുള്ള എന്റെ ബഹുമാനം കൂടിക്കൊണ്ടിരിക്കുമെന്ന് ആനി ബസന്റ് പറഞ്ഞ, ലോകം മൊത്തം വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹ് റസൂലുള്ളാഹി അല്ലാതെ അള്ളാഹ്ക്ക് വേറെ റസൂലുള്ളാഹിയോട് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ മക്കളെ തായിഫിന്റെ തെരുവോരത്തിൽ കിടന്ന് തെണ്ടിപ്പിള്ളാരുടെ കല്ലേറ് കൊണ്ടത്. ആ റസൂലുള്ളയാണ് തായിഫിൽ ഏറുകൊണ്ട് ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയത്. ആ റസൂലുള്ളയാണ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പോയി വെള്ളം കൊണ്ടുവാ സെയ്ദേ എവിടുന്നെങ്കിലും എന്ന് പറഞ്ഞിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹു തായിഫിലെ ഓരോ വീടുകൾക്ക് മുന്നിലും പാത്രവുമായിട്ട് എത്തുമ്പോൾ, ഇല്ല, ആ ഭ്രാന്തന് കുടിക്കാൻ ഞങ്ങൾ വെള്ളം തരില്ല എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് ദാഹിച്ചിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വെള്ളമില്ലാതെ വരാൻ അള്ളാഹിന്റെ ഹബീബിന്റെ അടുക്കൽ വന്ന് എങ്ങനെ വെള്ളം കിട്ടിയില്ല എന്ന് പറയും. ആ വേദന കൊണ്ട് പാത്രം ദൂരെ നിന്ന് വരുമ്പോഴേ പാത്രം ഇങ്ങനെ തിരിച്ചു പിടിച്ച് വെള്ളം കിട്ടിയില്ല എന്ന് പറയാനുള്ള വിഷമം കൊണ്ട് റസൂലുള്ളാഹി അറിഞ്ഞോട്ടെ, മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് പാത്രം തിരിച്ചു പിടിച്ച് അള്ളാഹുവിന്റെ ഹബീബിന്റെ തൊണ്ട വരണ്ടപ്പോൾ, അവിടുത്തെ ചുണ്ടുണങ്ങിയപ്പോൾ, അവിടുത്തെ ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോൾ ഒരിറ്റു വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച മുത്തോളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഇത്രയും വിഷമം സഹിച്ചത്. ഞാൻ ഇവിടെ കഴിഞ്ഞ ജുമായിക്ക് മുമ്പത്തെ ജുമായിൽ സൂചിപ്പിച്ചതുപോലെ ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം,
തായിഫിൽ പരിശുദ്ധ ഹജ്ജിന് പോകുമ്പോ തായിഫിൽ പോകാനുള്ള അവസരം സാധാരണ നിലയിൽ കിട്ടാറില്ല, അനുമതി കിട്ടാറില്ല. പക്ഷെ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് വിനീതനായ എനിക്ക് പ്രത്യേകമായ ഒരു പെർമിഷൻ കിട്ടി. തായിഫിൽ എനിക്ക് നൽകിയ സ്വീകരണ യോഗത്തിന് പങ്കെടുത്തു, തായിഫിൽ പ്രസംഗിച്ചു. ആ തായിഫിൽ അള്ളാഹുവിന്റെ ഹബീബ് ഏറുകൊണ്ടിട്ട് വന്നിരുന്ന സ്ഥലം കണ്ടു. ആ സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ട കാഴ്ച ഞാൻ പലപ്പോഴും പറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ചെങ്കുത്തായി കിടക്കുന്ന കുത്തനെ കിടക്കുന്ന പാറ, ആ പാറ ഇങ്ങനെ കുത്തനെ കിടക്കുന്ന പാറയിലെ മുകളിൽ നിന്ന് ഒരുപാട് ആനയുടെ വലിപ്പമുള്ള, ഒന്നിലധികം ആനകളുടെ വലിപ്പമുള്ള വലിയ പാറക്കല്ല്, മുകളിൽ നിന്ന് ശത്രുക്കൾ ഉരുട്ടിയിട്ട പാറക്കല്ല്, ആ ഉരുട്ടിയിട്ട പാറക്കല്ല് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ആ പാറയുടെ ചെങ്കുത്തായി കിടക്കുന്ന പാറയുടെ നടുവിൽ വന്ന് ഒരു കഷണം ചെറിയ കല്ല് പോലും സൈഡിൽ വെക്കാതെ ആരോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് പോലെ ആ പാറ ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാ. 1400 കൊല്ലമായിട്ടും ലോകാന്ത്യം വരെയുള്ള സർവ്വവിശ്വാസികൾക്കും ദൃഷ്ടാന്തമായിട്ട് ആ ഉരുട്ടിയിടപ്പെട്ട പാറ ഇങ്ങനെ നിൽക്കുകയാണ്. അതൊന്ന് തൊട്ടാൽ താഴെ വീഴുമെന്ന് തോന്നുന്ന നിലയിൽ അതിങ്ങനെ നിൽക്കുകയാ. ആ പാറയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ലക്ഷ്യം വെച്ച് ഉരുട്ടിയിട്ട പാറ. ആ പാറയെങ്ങാനും ഇങ്ങ് താഴേക്ക് വന്നിരുന്നെങ്കിൽ, ആ പാറയെങ്ങാനും ആ പുണ്യ ശിരസിൽ വന്ന് തട്ടിയിരുന്നെങ്കിൽ, ആ പുണ്യ ശരീരത്ത് വന്ന് തട്ടിയിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്ത് നിന്ന് ഒരു കഷണം എല്ല് പോലും എടുത്തു മാറ്റാൻ കഴിയാതെ ആ ശരീരം ഭസ്മീകരിക്കപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ചരിത്രം മറ്റൊന്നിനു വേണ്ടി കാത്തിരുന്നത് കൊണ്ട് ആ ചരിത്ര പുരുഷനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കുകയാ. വെള്ളം കുടിക്കാൻ കിട്ടാത്തപ്പോഴും, കല്ലേറ് കൊണ്ടപ്പോഴും, കണ്ണുനീരൊഴുകുമ്പോഴും, ഷഅബി താലിബിന് 3 കൊല്ലം പച്ചലയും പച്ചവെള്ളവും കഴിച്ച് കഴിയേണ്ടി വന്നപ്പോഴും, പച്ചവെള്ളവും പച്ചലയും മാത്രം കഴിച്ച് കഴിഞ്ഞ് അവസാനം വിശപ്പും ദാഹവും സഹിക്കാനാവാതെ നാക്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, ഞാൻ തന്നെ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു ചേഞ്ചിന് വേണ്ടി അവസാനം റസൂലുള്ളാഹ് ഈ വെള്ളവും എലന്തമരത്തിന്റെ ഇലയും പച്ചവെള്ളവും മാത്രം കുടിച്ച് മരവിച്ച നാവിന് ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവസാനം അതാ റസൂലുള്ളാഹ് വെള്ളം എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന തോലിന്റെ ബക്കറ്റ്, ആ തോലിന്റെ ബക്കറ്റ് കുറച്ച് ആ തോല് മുറിച്ചു എടുത്തിട്ട് അത് പീസാക്കി മുറിച്ച് അത് വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളത്തിൽ ആ തോല് കുതിർന്നപ്പോൾ ആ വെള്ളവും തോലും കൂടി തിളപ്പിച്ച് അതിലൊരൽപ്പം ഉപ്പിട്ട് ആ വെള്ളത്തിനൊരൽപ്പം